ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലോട്ട് റാണി എത്തിപ്പെടുകയാണ് കേട്ടോ. അർജുൻ്റെ സ്നേഹത്തിന് മുന്നിൽ പൂജയുടെ ആ റോൾ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പൂജ ആ വീട്ടിൽ അത്രത്തോളം വേണ്ടപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ താൻ അത് ചെയ്തു കഴിഞ്ഞാൽ അത് നിൽക്കാൻ പറ്റില്ല. അയാളെ കുളിപ്പിക്കലും തൊടലും വെടിക്കലും ഭക്ഷണം ഊട്ടി കൊടുക്കലും അതൊക്കെ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന റാണി ഹേമചന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്ന് വേണ്ട വിധത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് ഹേമചന്ദ്രൻ അടുത്തോട്ട് മകൻ അഭിഷേക് കണ്ടതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു. അങ്ങനെ പിന്നീട് അഞ്ജനയെ ചോദ്യം ചെയ്യാണ്. നിങ്ങളുടെ ഒരു മകൾ ചാരസന്തതിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും കൂടുതൽ ഇതാക്കുന്നത്? നിങ്ങളും നിങ്ങളുടെ ആങ്ങളെയും കൂടിയിട്ട് ഞങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് റാണിയുടെ ഫോട്ടോ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അഞ്ജനയുടെ ഉള്ളിൽ വലിയ വേദനയായിരിക്കുന്നു. തൻ്റെ ആങ്ങള ഹേമചന്ദ്രൻ തൻ്റെ കുഞ്ഞ് തൻ്റെ അടുത്തില്ല, തനിക്ക് കണ്ടെത്തി തരാമെന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ പറഞ്ഞ് തന്നോട് നുണ പറഞ്ഞത് ആലോചിക്കുമ്പോൾ അഞ്ജനയ്ക്ക് ജീവിതം വേണ്ടെന്നുള്ള ആ ഒരു തോന്നൽ വന്ന് തുടങ്ങാൻ കേട്ടോ. ഇനി താൻ എന്തിന് ജീവിക്കണം? താൻ ആർക്ക് വേണ്ടി ജീവിക്കണം? തന്നെ എല്ലാവരും കബളിപ്പിക്കപ്പെടുന്നു. തൻ്റെ ഭർത്താവ്, തൻ്റെ 2 മക്കൾ, എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ മകൾ, അവളെയും കിട്ടുന്നില്ല. തൻ്റെ ആങ്ങള തനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ആ ആങ്ങള തന്നെ ഓരോ ദിവസവും വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അഞ്ജന പിന്നീട് ഒന്നും നോക്കില്ല. തൻ്റെ മകളുടെ ആ ചിന്നിച്ചിതറി കിടക്കുന്ന ആ ഫോട്ടോയുടെ മുകളിൽ കിടക്കുന്ന ആ ഗ്ലാസ്സിൽ നിന്ന് തന്നെ തൻ്റെ ജീവൻ തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് എന്തിനാണ് ഈശ്വര ഞാൻ ജീവിക്കുന്നത്? എൻ്റെ മോളെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ പോലും ഭാഗ്യമില്ലാത്തവളാണ്. എൻ്റെ ജീവിതം തകർത്ത എൻ്റെ ആങ്ങളൊക്കെ ഇനി ഞാൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആ പരിപാടി ഇനി നിർത്തണം. എൻ്റെ ഭർത്താവും അതുപോലെ എൻ്റെ മക്കൾക്കും സമാധാനത്തോടു കൂടി ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതി അതിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് തൻ്റെ ഞരമ്പ് മുറിക്കണം കേട്ടോ. ഇതേ സമയം അരവിന്ദനാണെങ്കിൽ എല്ലാം കൂടി പ്രഷറായിരിക്കുന്നു. മകനൊന്നും കുടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. സ്വസ്ഥതയോടുകൂടി കുടിക്കുമ്പോൾ അവിടെയും മക്കൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി മക്കളോട് കാര്യങ്ങൾ വ്യക്തമാക്കാം. മക്കളോട് പറയുന്ന നിൻ്റെ അമ്മയ്ക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും സ്നേഹം ആ ചാരസന്തതിയോടാണ്. ഇത് കേൾക്കുന്ന അഭിഷേക് പറയും, ശരിയാണ്, ഏറ്റവും കൂടുതൽ അവരോട് തന്നെയാണ് സ്നേഹം. അവരും അവരുടെ ആങ്ങളെയും വെച്ച് കളിക്കുന്ന കളിയാണ്. ആ പോലീസുകാരൻ നമ്മളെ പറ്റിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പെങ്ങളും അത് തന്നെ ആവർത്തിക്കൂട്ടോ. അതിനൊക്കെ തിരിച്ചടി കൊടുക്കണം. അയാൾ അങ്ങനെ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി നമ്മളെ പറ്റിച്ച് ജീവിക്കാൻ പാടില്ല അഭിഷേക്. അയാൾക്ക് തിരിച്ചടി കൊടുക്കണം എന്നൊരു തീരുമാനം അവരെടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം അർജുൻ പൂജയൊക്കെ കഴിഞ്ഞ തവണ വിഷുക്കണി ഒരുക്കിയ ആ ഒരു അച്ചമ്മയുടെ ഉള്ളിൽ ഓർമ്മ വരികയാണ്. ഇത്തവണ സ്നേഹയും അഖിലും വന്നതുകൊണ്ട് തന്നെ ഇത്തവണ അവരാവട്ടെ എന്നുള്ള സംസാര വിഷയം അവിടെ വരികയാണ് കേട്ടോ. അങ്ങനെ കനക ചേച്ചി അത് അച്ചമ്മയോട് പറയുന്നുണ്ട്. ഇത്തവണ നമ്മുടെ വീട്ടിൽ വിഷുക്കണി ഒരുക്കുന്നത് സ്നേഹയും അഖിലും ആവട്ടെ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവല്ലേ, അതുകൊണ്ട് തന്നെ അവരാവട്ടെ എന്നുള്ള വാക്കുകൾ അവിടെ ആ കനക ചേച്ചി പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും? അത് ശരിയാവില്ല. പൂജയാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. പൂജയ്ക്കേ ഉള്ളൂ വിഷുക്കണി ഒരുക്കാനൊക്കെ കഴിയുകയുള്ളൂ. അവൾ കഴിഞ്ഞ തവണ വിഷുക്കണി ഒരുക്കിയത് എല്ലാവരും ഓർക്കുന്നുണ്ടോ? അവൾ തന്നെ ആവട്ടെ. അവളാവുമ്പോൾ അത് ചിട്ടവട്ടങ്ങളോട് കൂടി ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന സ്നേഹയും അതുപോലെ മാധുരി അമ്മയും ശരിയാണ്, അവൾ തന്നെ ഒരുക്കട്ടെ എന്ന ആ ഒരു ഇതായിരിക്കും. പിന്നീട് എല്ലാവരും പറയും, ഈ പൂജ ഈ വീട്ടിലെ മരുമകൾ മാത്രമല്ലല്ലോ, പൂജ ഈ വീട്ടിലെ പേരക്കുട്ടിയായി അംഗീകരിച്ച ആദ്യത്തെ വിഷുവല്ലേ, അതുകൊണ്ട് തന്നെ പൂജ തന്നെ ആവണം എന്നുള്ള ആ ഒരു അത് അച്ചമ്മ പറയുമ്പോൾ അരുണിമയും മാധുരിയും അതുപോലെ സ്നേഹയും മറ്റുള്ളവർക്കും എല്ലാവർക്കും അതേ അഭിപ്രായമാവാണ് കേട്ടോ. എന്നാൽ ഇത് റാണി കേൾക്കുമ്പോൾ, ഈശ്വര ഇനിയിപ്പോൾ വിഷുക്കണിയോ? അതെങ്ങനെ ഒരുക്കും ഈശ്വര? ഞാൻ പെട്ടല്ലോ. ഓരോ ദിവസവും ഓരോ പുലിവാലാണ് ഇവിടെ. പുലിമടയിലോട്ട് തലവെച്ചെടുത്തതുപോലെയാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ. എങ്ങനെ ഇതെല്ലാം നേരിടുമെന്ന് എനിക്കറിയില്ല. ഈ തള്ളക്ക് വലിയ കേട് തന്നെയാണല്ലോ. ഈ തള്ളക്ക് ഒരു ദിവസം മാമ്പഴപ്പുളിശ്ശേരി ആണെങ്കിൽ ഒരു ദിവസം വിഷുക്കണി, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ തള്ള കൊണ്ടുവരുന്നത്. ഈ പൂജനെ കൊണ്ട് വല്ലാത്തൊരു ഇതാണല്ലോ പെട്ടത്. എങ്ങനെ ഈ പെൺകുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നിങ്ങനെ റാണി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം പൂജയുടെ ഫോട്ടോ നോക്കി റാണി, നിന്നെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമാണല്ലോ കുട്ടി പെട്ടത്. നിന്നെ കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണല്ലോ. ഇവിടെ നീ എല്ലാവരെയും സ്നേഹിച്ച് കൊല്ലുമ്പോൾ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ എന്നെക്കൊണ്ടാണെങ്കിലോ അതൊന്നും ചെയ്ത് ശീലമില്ല എന്ന് റാണി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർജുനാണെങ്കിലോ
റാണിയെ കാണുമ്പോൾ എടോ പൂജ കഴിഞ്ഞ കൊല്ലത്തെ വിഷുക്കണി നീ ഓർക്കുന്നുണ്ടോ? ആ വിഷുക്കണി നീ എനിക്ക് എങ്ങനെയാണ് തന്നത് നീ ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കടോ. അയ്യോ ഈശ്വര, ഇനിയിപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ റാണി ഇരിക്കുമ്പോൾ എന്താടോ താൻ മറന്നോ? ആ അജുവേട്ട, എനിക്ക് ഓർമ്മയിലൊക്കെ ഉണ്ട്, അത്ര വലിയ ഓർമ്മയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ അപകടത്തിന് ശേഷം ആദ്യമല്ലേ അത് തന്നെയാടോ തന്നോട് ഞാൻ പറയുന്നത്. അപകടത്തിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ നീ എനിക്ക് ചെയ്തു തരണം. പിന്നെ ഇതുപോലെ ഒരു അപകട സമയത്ത് എനിക്കൊരു വിഷുക്കണി നീ ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു നാളിൽ അന്ന് നീ എന്നെ വിഷുക്കണി കാണാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതും നിന്നെ ഞാൻ കണി കണ്ടതൊക്കെ നീ ഓർക്കുന്നു? ഞാൻ ഓർക്കുന്നു. ഈശ്വര, എന്തെല്ലാം കഥകളാണ് ഇയാൾ പറയുന്നത്. ഇതിനൊക്കെ ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കും? ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എനിക്ക് എങ്ങനെ അറിയാം എന്നൊരു ഇതൊക്കെ ആയിരിക്കൂട്ടോ. എന്നാൽ ഈ സമയം നന്ദഗോപൻ ഹേമചന്ദ്രനെ കാണാൻ പോയിരിക്കുന്നു. അങ്ങനെ ഹേമചന്ദ്രനാണെങ്കിലോ നന്ദഗോപനെ കാണുമ്പോൾ ഹെഡോ തൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നു. പൂജയാണെന്ന സമാധാനത്തിൽ താൻ ഇരിക്കുമ്പോൾ തൻ്റെ കുടുംബജീവിതം ഓരോ ഭാഗത്തു നിന്നും റാണി തകർത്തോളും. റാണിക്ക് ഞാൻ അത്രയും പൈസ കൊടുത്തിട്ടുണ്ട്, റാണി തന്നെ ഓരോരുത്തരും കൊന്ന് നശിപ്പിച്ചോളും എന്നിങ്ങനെ പറയുമ്പോൾ നന്ദഗോപനാണെങ്കിലോ ഹേമചന്ദ്രൻ്റെ കാലങ്ങ് പിടിക്കാൻ കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഈ രക്തക്കറ കൊണ്ടുള്ള ഈ കളി നിർത്ത്. ഞാൻ നിങ്ങളോട് കുടുംബത്തോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വം ഞാൻ ചെയ്ത തെറ്റല്ല. നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന അഞ്ജനയും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ അവളെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വ്യാമോഹവും അവൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ വിവാഹം കഴിക്കാൻ വന്നിട്ട് അവളാണ് എന്നോട് വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഹേമചന്ദ്ര നീ എൻ്റെ കുടുംബം നശിപ്പിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനിയെങ്കിലും നീ ഒരു ചോരക്കറയെ കൊണ്ടുള്ള ഈ കളി നിർത്തണം എന്ന് പറയുമ്പോൾ ഹേമചന്ദ്രൻ്റെ ആ സൈക്കോ ചിരി അങ്ങ് ചിരിക്കാൻ കേട്ടോ. എടോ, തൻ്റെ ജീവിതം തകർക്കാൻ മാത്രമുള്ള ഒരു ആയുധം തൻ്റെ വീട്ടിലോട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഏത് സമയത്തും പൊട്ടാവുന്ന ഒരു ബോംബാണ്. അതുകൊണ്ട് താൻ ഒന്ന് സൂക്ഷിച്ചിരുന്നോ. താൻ എത്ര എൻ്റെ കാല് പിടിച്ചാലും എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത ആ പക എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന് പറയുമ്പോൾ അവിടെ നന്ദഗോപന് ആകെ പേടിയാവണം കേട്ടോ. എന്ത് ബോംബാണ് അയാൾ ഇട്ടിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നന്ദഗോപൻ്റെ അടുത്ത് നിന്ന് പോകുന്ന ഹേമചന്ദ്രന് വിളി വന്നിരിക്കുന്നു. അഞ്ജന സൂയിസൈഡിന് ശ്രമിച്ചിരിക്കുന്നു, അഞ്ജന ക്രിട്ടിക്കലാണ്, ICUലാണ് എന്നൊരു വിളിയായിരിക്കും കേട്ടോ. അതോടുകൂടി ഹേമചന്ദ്രൻ്റെ സൈക്കോ പുറത്തു വരികയാണ്. ഈശ്വര, ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിച്ചത്, അവൾ ഇപ്പോൾ മരിക്കാൻ പോകുന്നു എന്ന ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വേവലാതിയോട് കൂടി ഹോസ്പിറ്റലിലോട്ട് ഓടിച്ചെല്ലാണ് കേട്ടോ. ഇതേ സമയം അഭിഷേക് ആണെങ്കിലോ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ തൻ്റെ മാമനെ നോക്കുമ്പോൾ അയാൾ തിരിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ അരവിന്ദനും അതുപോലെ മകളും ഒക്കെ ഇങ്ങനെ ഹേമചന്ദ്രൻ തുറിച്ചു നോക്കുമ്പോൾ ഹേമചന്ദ്രൻ പറയും, നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങളുടെ അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്നവരല്ലേ നിങ്ങൾ? അവളെ കൊലക്ക് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ? പൈസയ്ക്ക് വേണ്ടി എല്ലാവരും പിച്ച് ചീന്തുമ്പോൾ അവളുടെ സമാധാനം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്ന് ഹേമചന്ദ്രൻ 3 പേരെയും കുറ്റപ്പെടുത്തി പറയുമ്പോൾ, ഞങ്ങൾ കാരണമല്ല അമ്മ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങളെ കാണാൻ വേണ്ടി ഇന്ന് അവൾ വന്നിരുന്നല്ലോ, അമ്മയുടെ ചാരസന്തതി എന്ന് പറയുന്ന മകൾ. അത് നീ എങ്ങനെ കണ്ടു? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവൾ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടും എൻ്റെ അമ്മയ്ക്ക് അവളെ ഒരു കാണിപ്പിക്കാതെ അമ്മയെ പറ്റിച്ച് അവളെയും കൊണ്ട് നടക്കില്ലേ നിങ്ങൾ? പിന്നെ എങ്ങനെ എൻ്റെ അമ്മയെ സൂയിസൈഡ് ചെയ്യാതിരിക്കും? എന്തായാലും എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരെ നിങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ പോലീസിൽ മൊഴി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഹേമചന്ദ്രൻ്റെ കിളി ഒന്നും കൂടിയും പോവാണ് കേട്ടോ. എന്തായാലും അഞ്ജന ഇനി ഉയർത്തി എഴുന്നേറ്റാൽ ഹേമചന്ദ്രനോട് തിരിച്ച് നല്ല പ്രതികരണ ശേഷി ഉണ്ടാവും. തൻ്റെ ജീവിതം തകർത്ത ഏട്ടനെ ഇനി ഹേമചന്ദ്രനെ ഉൾക്കൊള്ളുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം.